80 വയസ്സുള്ള ഞാൻ വളരെ നിരാശയിലാണ് കഴിഞ്ഞു വന്നത്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒട്ടേറെ അനീതികൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുകയാണ്. വിശേഷിച്ചും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മതേതരത്വത്തിന് യാതൊരു വിലയിലും ഇല്ലാതാക്കിയ അദ്ദേഹം നമ്മുടെ പ്രസിദ്ധമായ ചേരിചേരാ നയത്തെ അദ്ദേഹം ചവറ്റുകുട്ടയിലെറിഞ്ഞു. ഭരണഘടനയിലെ ജനാധിപത്യം എന്ന ആ വികാരത്തെ അദ്ദേഹം നോക്കുകുത്തിയാക്കി എല്ലാം തൻ്റെ ചവിട്ടടിയിലേക്ക് കൊണ്ടുവരികയാണ്. ബ്യൂറോക്രസിയെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, ന്യായാധിപ സമൂഹത്തെ എല്ലാം കൊണ്ടുവരികയാണ്. അദ്ദേഹം ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ത്യ ഏകാധിപത്യ രാജ്യമായിരുന്നു എന്നതാണ്. ജനാധിപത്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജനാധിപത്യം എന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നിവിടെ വന്നതാണ്. അങ്ങനെ മറ്റ് രാജ്യത്തിൽ നിന്ന് വന്ന സാധനത്തിനൊന്നും പറ്റത്തില്ല, അത് കൊള്ളില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണഘടന ഏതാണ്? അത് മനുസ്മൃതിയാണ്. ഏതാണ് അദ്ദേഹത്തിൻ്റെ തത്വസംഹിത? അത് വിചാരധാരയിൽ എഴുതിയിട്ടുള്ളതാണ്. വിചാരധാരയിൽ എന്ത് പറയുന്നു? വിചാരധാരയിൽ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങളുണ്ട്. അതെന്താ? ഒരു കാരണവശാലും രാജ്യദ്രോഹികളായിട്ടുള്ള 3 കൂട്ടരുണ്ട്, അവരുമായിട്ട് യാതൊരു കൂട്ടും കൂടാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മതം. അതാരൊക്കെയാണ്? അത് മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരൊന്നും ഇന്ത്യക്കാരല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതനുസരിച്ച് എന്തെല്ലാം കലാപങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ഈ കലാപങ്ങളെല്ലാം നടക്കുമ്പോൾ അന്നും ഈ ജെൻസി തലമുറ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും ഒന്നും മിണ്ടിയില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ വഴിവിട്ട പോക്കിന് അപലപിക്കാനുണ്ടായില്ല. അങ്ങനെ വന്ന് എല്ലാം തികഞ്ഞൊരാളായി അദ്ദേഹം വിരാജിക്കുമ്പോഴാണ് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുണ്ടായത്. നീറ്റ് പരീക്ഷയിൽ എന്താ നടന്നത്? ചോദ്യപേപ്പർ ചോർത്തി വേണ്ടപ്പെട്ടവർക്കൊക്കെ വിൽപ്പനയ്ക്ക് കൊടുത്തു. അത് ഉപയോഗിച്ച് പരീക്ഷ എഴുതി പാസ്സായവരാണ് പിന്നീട് നമ്മൾ ഡോക്ടർമാരാകാൻ പോകുന്നത്. ഇപ്പോൾ അവരുടെ ചികിത്സ എങ്ങനെയുണ്ടാവും? അവരുണ്ടാക്കുന്ന കെട്ടിടങ്ങൾ എങ്ങനെയുണ്ടാവും? അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ പിള്ളേർ അവർ ഡോക്ടറാവണം, എൻജിനീയർ ആവണം. അതിക്കവിഞ്ഞുള്ള യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും നരേന്ദ്രമോദിക്കില്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ സംഭവിച്ചു. മറ്റെല്ലാം എന്നതുപോലെ മതേതരത്വം തകർക്കപ്പെട്ടതുപോലെ, ചേരിചേരാ നയം എന്നേക്കുമായി കുഴിച്ചു മൂടിയതുപോലെ ഇതും അങ്ങനെ ആരും ചോദ്യം ചെയ്യുകയില്ല എന്നാണ് നരേന്ദ്രമോദി വിചാരിച്ചത്. പക്ഷേ എന്നെപ്പോലുള്ളൊരു ഭാഗ്യം എന്താണത്? ഒരു ജെൻസി തലമുറ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ജെൻസി തലമുറയുമല്ല, ജെൻ ആൽഫ തലമുറയാണ്. ആ തലമുറ വളരെ ശക്തിയായിട്ട് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവർ പ്രതികരിച്ചത്? പ്രതികരിച്ച രീതിക്കും വളരെ പുതുമയുണ്ട്. അതെന്താ? അത് ആധുനികമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുടെയും സഹായത്തോടുകൂടി അവർ ആഹ്വാനം മുഴക്കുകയാണ് ചെയ്തത്. ഒരു ചീഫ് ജസ്റ്റിസ് അവരെ കളിയാക്കാൻ പറഞ്ഞതാണ് പാറ്റ എന്ന്. അവർ പാറ്റ എന്ന് തന്നെ അതിനെ കളിയാക്കപ്പെട്ട പേര് തന്നെ അവരെടുത്തു. അവിടെയാണ് അവരുടെ ആ പ്രത്യേകത നമ്മൾ കാണേണ്ടത്. അങ്ങനെ പാറ്റ പാർട്ടിയായി അവർ ഒരാഹ്വാനം നടത്തി. എന്താണത്? അത് CJP ആണ്. എന്താ CJP? കോക്രോച്ച് ജനതാ പാർട്ടി. എവിടെയാണ് അത് വളർന്നത്? വെറും ഒരു ഇൻ്റർനെറ്റ് പേജിൽ. എന്നിട്ടോ എല്ലാവരും, ഒരു തലമുറ മുഴുവൻ അതിലേക്ക് ലൈക്ക് ചെയ്ത് കയറി വരികയാണ്. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ പാർട്ടിയായി. അവർ സമരാഹ്വാനം നടത്തി. അവർ ഡൽഹിയിലെത്തിയിട്ട് ഇഷ്ടം പോലെ കുട്ടികളാണ് അവിടെ വന്നത്. ഇതൊന്നും ഈ ഭരണാധികാരികൾ അറിഞ്ഞില്ല. അവർ അപ്പോഴും
അമ്പലത്തിൻ്റെ കണക്കുമൊക്കെയായിരുന്നു. അമ്പലത്തിൽ തങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ പണം മുഴുവൻ തങ്ങൾക്ക് തന്നെ കിട്ടിയോ എന്ന കണക്കെടുപ്പിലായിരുന്നു അവർ. അവർക്ക് രാജ്യത്തിൻ്റെ യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? കുട്ടികൾ ഇഞ്ചോടിഞ്ച് വിടാറുണ്ട് പോലും. അവരിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. 80 വയസ്സുള്ള ഞാൻ വിചാരിച്ചു ഇന്ത്യ വർഗീയവാദികളുടെ ഏകാധിപതികളുടെ രാജ്യമായി മാറുമെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്ത്, പഞ്ചവത്സര പദ്ധതികളിലൂടെ നമ്മൾ വളർത്തിയെടുത്ത്, അങ്ങനെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും പട്ടിണി മാറ്റാനും ഒക്കെ കഴിവുകേടി വന്ന ഒരു രാജ്യം ഒരു ഏകാധിപതിയുടെ കൈ മുഷ്ടിയിൽ കിടന്ന് ചുരുങ്ങുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാരാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. അതിൽ പറയുന്ന വിദേശ ശക്തികളാണ് ഇത് നടത്തുന്നതെന്നാണ്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി വിദേശ ശക്തികൾ നടത്തുന്നൊരു പോരാട്ടമാണ് എന്തോന്നു ഈ ജെൻ ആൽഫ തലമുറ നടത്തുന്നത്, അല്ലെങ്കിൽ ജെൻ ഇസെറ്റ് കുട്ടികൾ നടത്തുന്നത്, ജെൻ സി തലമുറ നടത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തൊരു വിവരമാണവന്! അപ്പോൾ അതിനകത്ത് വിദേശ ശക്തികളെയൊക്കെ പിടിച്ചെടുത്തോ? ഇല്ലല്ലോ, ഒരാളെയും പിടിച്ചെടുത്താൽ. വിദേശ ശക്തികളല്ലാന്ന് ബോധ്യപ്പെട്ട് 2 പേരുണ്ടായിരുന്നു. അത് അമിത്ഷായും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പിന്നെ നരേന്ദ്രമോദിയുമാണ്. 2 പേരും കൂടി ആലോചിച്ചു. അർദ്ധരാത്രിയിൽ വീഡിയോ ചെയ്തു തുടങ്ങി. കാര്യം മനസ്സിലായി. ഒരാൾ മിണ്ടിയിട്ടില്ല ഇതുവരെ. മിണ്ടാത്തത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. പിള്ളേരെല്ലാം തല്ലി നാശമാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നടക്കുകയില്ല. ഇന്ത്യയിൽ തീർച്ചയായിട്ടും ജനാധിപത്യം പുലരുമെന്നും മതേതരത്വം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ തലമുറയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നരേന്ദ്രമോദി ഒന്ന് മനസ്സിലാക്കണം, അമിത്ഷാ ഒന്ന് മനസ്സിലാക്കണം. ഈ ഭ്രാന്തന്മാരുടെ ജൽപ്പനയ്ക്ക് അനുസൃതമായി ഇന്ത്യയിലെമ്പാടും കിടന്ന് തുള്ളുന്ന മതഭ്രാന്തന്മാരൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇന്ത്യ മതേതര രാജ്യമാണെന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ത്യ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ, ഭവത്യേക നീടം എന്ന് പറയുമ്പോൾ, നമ്മൾ നേടിയെടുത്ത ഒരു വിശ്വാസമുണ്ട് ലോക ജനതയിൽ. അതാണ് നിങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ പണിയങ്ങ് നിർത്തി വല്ല ബാർബർ ഷോപ്പ് വിട്ടേണ്ടിരിക്കേണ്ടവരാണ് നിങ്ങൾ. എങ്കിലേ പറ്റൂ. ആ ബാർബർ ഷോപ്പിലാണെങ്കിൽ ബാർബർക്ക് ഇതിനേക്കാൾ കൂടുതൽ കഴിവുണ്ട്. നിങ്ങൾക്കതുപോലുമില്ല. അങ്ങനെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണിത്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കുഞ്ഞുങ്ങളുള്ളിടത്തോളം കാലം ഇന്ത്യയിൽ യാതൊരു അനീതിയും നടക്കുകയില്ല. ഇവർക്ക് പിന്നാലെയും വരുന്നുണ്ട് ജെൻ ആൽഫ തലമുറ. അവരും ഇതിനോട് അണിചേരും. അതാണ് നടക്കാൻ പോകുന്നത്.